എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് അതായത് എയിംസിൻ്റെ ഡൽഹി കേന്ദ്രത്തിലെയും അതുപോലെ വിവിധ മറ്റ് സംസ്ഥാനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന വിവിധ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കുമുള്ള BSc നഴ്സിംഗ് ഹോണേഴ്സ്, അതുപോലെ BSc നഴ്സിംഗ് പോസ്റ്റ് ബേസിക്, അതുപോലെ BSc പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ ക്ഷണിച്ചു. അപ്പോൾ BSc ഹോണേഴ്സ് കോഴ്സിന് പെൺകുട്ടികൾക്ക്, അതായത് BSc നഴ്സിംഗ് ഹോണേഴ്സിന് പെൺകുട്ടികൾക്ക് മാത്രമാണ് അപേക്ഷിക്കാനായിട്ട് പറ്റുക. അപ്പോൾ വിദ്യാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കേണ്ട വെബ്സൈറ്റ് എന്ന് പറയുന്നത് BSc courses.ai, അതായത് എയിംസ് exams.ac.in, അതായത് BSc courses.aimsexams.ac.in എന്നുള്ള വെബ്സൈറ്റ് വഴിയാണ് നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ടുള്ള യോഗ്യത എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ 2/1/2009 മുമ്പായിട്ട് ജനിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ 2/1/2009 നിങ്ങൾ ജനിച്ചതെങ്കിൽ നിങ്ങൾക്ക് അതിനോ അതിന് ശേഷമാണ് ജനിച്ചത് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതല്ല. അതായത് 2025 ഡിസംബർ 31 17 വയസ്സ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് യോഗ്യതയായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു BSc ഓണേഴ്സിന് നഴ്സിംഗ് വിഭാഗത്തിൽ പ്രവേശനത്തിനായിട്ട് ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവ പഠിച്ച് 4 വിഷയങ്ങൾക്കും കൂടി മൊത്തത്തിൽ 55% മാർക്ക് നേടിയിരിക്കണം. SC/ST വിഭാഗക്കാർക്ക് 50% മാർക്ക് മതിയാകും. ഈ ഒരു മാർക്ക് വാങ്ങിച്ച് നിങ്ങൾ +2 ജയിച്ചിട്ടുണ്ടായിരിക്കണം. അതുപോലെ ഇംഗ്ലീഷ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ്, അതുപോലെ തന്നെ ഇത് സ്ഥാപനം കോഴ്സ് അനുസരിച്ചിട്ടാണ്. ഇത് പഠിച്ച് 4 വിഷയങ്ങൾക്കും മൊത്തത്തിൽ 50% മാർക്ക്, പട്ടിക വിഭാഗക്കാർക്ക് 45% നേടി +2 തല പരീക്ഷ ജയിച്ചവർക്ക് BSc പാരാമെഡിക്കൽ കോഴ്സുകൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഓരോ സ്ഥാപനം അനുസരിച്ചും അതിൽ ചെറിയ മാറ്റങ്ങൾ, അതായത് ഇളവ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു BSc നഴ്സിംഗ്, അതുപോലെ തന്നെ ഈ ഒരു BSc പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് യോഗ്യതാ പരീക്ഷ 2025 അതായത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അഭിമുഖീകരിച്ച്, അതായത് ആ ഒരു സമയത്തും പരീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് പരീക്ഷ എഴുതി ജൂൺ 30 പരീക്ഷാഫലം പ്രഖ്യാപിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നവർക്കും അപേക്ഷിക്കാം. അതായത് ഈ ഒരു 2025 +2 പരീക്ഷ നിങ്ങൾ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടാവും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജൂൺ 30 നിങ്ങളുടെ റിസൾട്ട് വരികയും അതിൽ നിങ്ങൾ ജയിക്കുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ BSc നഴ്സിംഗ് പോസ്റ്റ് ബേസിക് കോഴ്സ് ഉണ്ട്. BSc നഴ്സിംഗ് പോസ്റ്റ് ബേസിക് കോഴ്സിന് പ്രവേശനം നേടുന്നവർക്ക് +2 കോഴ്സ്, ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി ഡിപ്ലോമ എന്നിവ ജയിച്ചിട്ടുണ്ടായിരിക്കണം. അത് പോസ്റ്റ് ബേസിക് കോഴ്സാണ് നിങ്ങൾ ഈ ഒരു അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ +2 ശേഷം നിങ്ങൾ ഈ ഒരു ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സ്, അത് GNM കോഴ്സ് ജയിച്ചിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നേഴ്സ് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് നേഴ്സ് അല്ലെങ്കിൽ മിഡ്വൈഫ് രജിസ്ട്രേഷൻ ഏതെങ്കിലും ഒരു സംസ്ഥാന നഴ്സിംഗ് കൗൺസിലിൽ നിന്നും ഉണ്ടായിരിക്കണം. ഈ ഒരു മെയിൽ നേഴ്സുമാർക്ക് മറ്റ് ചില വ്യവസ്ഥകളുമുണ്ട്. അതുപോലെ തന്നെ ഇത് എന്ന് പറയുന്നത് പാരാമെഡിക്കൽ BSc നഴ്സിംഗ് പോസ്റ്റ് ബേസിക് കോഴ്സിനാണ് ഈ ഒരു ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ആ ഒരു യോഗ്യത. സാധാരണ ഈ ഒരു BSc നഴ്സിംഗ് ഹോണേഴ്സിനാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതുപോലെ ഇംഗ്ലീഷ് എന്നിവ പഠിച്ച് മൊത്തത്തിൽ 55% മാർക്ക്, അതുപോലെ പട്ടിക വിഭാഗക്കാർക്ക് ഈ ഒരു 50% മാർക്ക് മതി. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ മാർക്ക് വാങ്ങിച്ചാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ പരീക്ഷ 2025 ഇപ്പോൾ പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് റിസൾട്ടിന് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു റിസൾട്ടിനായിട്ട്, അതായത് ഈ ഒരു ജൂൺ 30 നിങ്ങൾ ജയിക്കുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് 2 രജിസ്ട്രേഷനാണുള്ളത്. അപ്പോൾ 2 രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ആദ്യ ഘട്ടം എന്ന് പറയുന്നത് ബേസിക് രജിസ്ട്രേഷനാണ്. അതായത് 2 ഘട്ട രജിസ്ട്രേഷനാണ്. ഇതിൽ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ബേസിക് രജിസ്ട്രേഷനും രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് മെയിൻ രജിസ്ട്രേഷനുമാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ ബേസിക് രജിസ്ട്രേഷൻ ചെയ്ത ശേഷം നിങ്ങളുടെ ഈ ഒരു അപേക്ഷ ഈ ഒരു എയിംസ് സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക്, അതായത് ഈ ഒരു രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ ഓൺലൈനായിട്ടാണ് സമർപ്പിക്കേണ്ടത്. അതായത് ഈ ഒരു വെബ്സൈറ്റിൽ വഴിയാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഇങ്ങനെ അപേക്ഷ സമർപ്പിച്ച ശേഷം നിങ്ങൾക്ക് ഈ ഒരു മെയ് 9 ഈ ഒരു ആരുടെയൊക്കെയാണ് അപേക്ഷ സ്വീകരിക്കാതെ എന്നുള്ള ഡീറ്റെയിൽസ് പ്രസിദ്ധീകരിക്കും. നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷനിലെ തെറ്റുകൾ തിരുത്താനായിട്ട് ഈ ഒരു മെയ് 9 മുതൽ മെയ് 12 വരെ അവസരം കിട്ടും. അതിനുശേഷം അന്തിമമായിട്ട് നിങ്ങളുടെ ബേസിക് രജിസ്ട്രേഷൻ ആരുടെയൊക്കെയാണ് അംഗീകരിച്ചിട്ടുള്ളത് അവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. അങ്ങനെ അതായത് ഈ ഒരു മെയ് 14 ഈ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. ഇങ്ങനെ ബേസിക് രജിസ്ട്രേഷൻ സ്വീകരിച്ചവർക്ക് നിങ്ങൾക്ക് ഫൈനൽ രജിസ്ട്രേഷൻ, അതായത് മെയിൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ടുള്ള കോഡ് രൂപപ്പെടുത്തി നിങ്ങൾക്ക് ഫൈനൽ രജിസ്ട്രേഷൻ നടത്താനും അപേക്ഷാ ഫീസ് അടക്കാനും പരീക്ഷാ കേന്ദ്രം തിരഞ്ഞെടുക്കാനുമുള്ള സൗകര്യങ്ങൾ ലഭ്യമാണ്. അപ്പോൾ ഈ ഒരു 15 വൈകിട്ട് 5 മണി വരെയാണ് ഈ ഒരു സൗകര്യം ഉണ്ടാവുക. അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത് 2000 രൂപയാണ്. അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത് ബേസിക് രജിസ്ട്രേഷൻ ശേഷമായിരിക്കും ഈ ഒരു ഫീസ് വരിക. അതുപോലെ തന്നെ പട്ടികജാതി, പട്ടികവർഗം, അതുപോലെ EWS വിഭാഗം എന്നിവർക്ക് 1600 രൂപയാണ് ഫീസ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭിന്നശേഷി വിഭാഗക്കാർക്ക് അപേക്ഷാ ഫീസില്ല. അതുപോലെ തന്നെ ഈ ഒരു ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഫീസ് അടക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾ ഈ ഒരു അപേക്ഷ സമർപ്പിച്ച ശേഷം നിങ്ങളുടെ അപേക്ഷയുടെ അന്തിമ നില, അതായത് ഈ ഒരു ഫൈനലായിട്ടുള്ള ആ ഒരു ലിസ്റ്റ് ഈ ഒരു
മെയ് 20-ാം തീയതിയാണ് പ്രസിദ്ധീകരിക്കുക. അപേക്ഷ നിരാകരിച്ചവരുടെ വിവരങ്ങൾ കാരണങ്ങൾ ഉൾപ്പെടെ അന്ന് ലഭ്യമാകും. നിരാകരിക്കപ്പെട്ട അപേക്ഷകളിൽ ന്യൂനതകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനായിട്ടുള്ള രേഖകൾ നൽകുന്നതിനായിട്ട് നിങ്ങൾക്ക് മെയ് 22-ാം തീയതി വരെയാണ് അവസരം ഉണ്ടാകുക. അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു കാര്യം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും പരീക്ഷ എഴുതാനുള്ള ഒരു അവസരം ഉണ്ടാകും. ഇനി ഒരു പ്രവേശന പരീക്ഷയാണ്. അപ്പോൾ ഈ ഒരു എക്സാമിനെ കുറിച്ചുള്ള കാര്യം പറയാം. ഈ ഒരു എക്സാമിനേഷനെ കുറിച്ച് പറയുമ്പോൾ പ്രവേശന പരീക്ഷകളെല്ലാം ഓൺലൈനായിട്ടാണ് നടത്തുക. തീയതി അതായത് ഈ ഒരു BSc നഴ്സിംഗ് ഓണേഴ്സിൻ്റേത് ജൂൺ 1-ാം തീയതിയാണ് വരിക. അതുപോലെ BSc നഴ്സിംഗ് പോസ്റ്റ് ബേസിക്കിൻ്റേതാണെങ്കിൽ ജൂൺ 21-ാം തീയതിയാണ്. അതായത് BSc നഴ്സിംഗ് ഹോണേഴ്സ് ആണെങ്കിൽ, അതായത് ഹോണേഴ്സ് BSc നഴ്സിംഗ് ആണെങ്കിൽ ഒരു ജൂൺ 1-ാം തീയതിയാണ്. അതുപോലെ BSc നഴ്സിംഗ് പോസ്റ്റ് ബേസിക്, അതായത് പോസ്റ്റ് ബേസിക് നഴ്സിംഗ് ആണെങ്കിൽ ജൂൺ 21-ാം തീയതിയാണ് ഇതിൻ്റെ പരീക്ഷ നടക്കുന്നത്. അതുപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സസിലേതാണെങ്കിൽ ജൂൺ 28-ാം തീയതിയാണ് ഈ ഒരു പരീക്ഷ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് യഥാക്രമം മെയ് 26, ജൂൺ 13, ജൂൺ 20 എന്നിങ്ങനെ തീയതികളാണ് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ലഭ്യമാവുക. അതായത് ഈ ഒരു BSc നഴ്സിംഗ് ഓണേഴ്സ് നടക്കുന്ന പരീക്ഷ എന്ന് പറയുന്നത് ജൂൺ 1-നാണ്. അതിൻ്റെ അഡ്മിറ്റ് കാർഡ് മെയ് 26-നും അതുപോലെ BSc നഴ്സിംഗ് പോസ്റ്റ് ബേസിക്കിൻ്റെ ജൂൺ 21-ാം തീയതിയാണ് പരീക്ഷ നടക്കുക. ജൂൺ 13 അതിൻ്റെ അഡ്മിറ്റ് കാർഡ് കിട്ടും. അതുപോലെ BSc പാരാമെഡിക്കൽ കോഴ്സസിൻ്റെ പരീക്ഷ നടക്കുന്നത് ജൂൺ 28-നാണ്. എന്നാൽ അതിൻ്റെ അഡ്മിറ്റ് കാർഡ് ജൂൺ 20-ാം തീയതിയാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ പരീക്ഷാ കേന്ദ്രം എന്ന് പറയുന്നത് അതായത് ഈ ഒരു പരീക്ഷയുടെ കേന്ദ്രം എന്ന് പറയുന്നത് BSc നഴ്സിംഗ് ഓണേഴ്സ് അതുപോലെ BSc നഴ്സിംഗ് പാരാമെഡിക്കൽ എന്നിങ്ങനെയുള്ള പ്രവേശന പരീക്ഷകൾ രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റ് ബേസിക് നഴ്സിംഗിൻ്റെ പ്രവേശന പരീക്ഷയ്ക്ക് ഡൽഹി അതുപോലെ NCR സെൻറ്ററുകൾ മാത്രമാണ് പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഈ ഒരു പരീക്ഷയുടെ ഘടന എന്ന് പറയുമ്പോൾ 2 മണിക്കൂർ ആയിരിക്കും ഈ ഒരു നഴ്സിംഗിൻ്റെ പരീക്ഷ. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയിൽ നിന്ന് 30 വീതവും ജനറൽ നോളജിൽ നിന്ന് 10 മാർക്കും ഉൾപ്പെടെ 100 മാർക്കിൻ്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ പരീക്ഷ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വിദ്യാർത്ഥികൾക്ക് ആർക്കൊക്കെയാണ് താല്പര്യം അതിനനുസരിച്ച് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് വഴി, അതായത് bsccourses.aims.ac.in എന്നുള്ള വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് അതായത് ഈ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് അതായത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഫീ എമൗണ്ട് ഹാസ് ബീൻ ഡിഡക്റ്റഡ് ഫ്രം യുവർ അക്കൗണ്ട് ആൻഡ് അപ്ഡേറ്റഡ് സ്റ്റാറ്റസ് നോട്ട് റിഫ്ലക്റ്റഡ് ഓൺ യുവർ പോർട്ടൽ. പ്ലീസ് വെയിറ്റ് ദ 24 hours ഗെറ്റിംഗ് അപ്ഡേറ്റ് സ്റ്റാറ്റസ്. അത് നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഫീ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് നിങ്ങളുടെ ആ ഒരു പ്രൊഫൈലിൽ വന്നിട്ടില്ലെങ്കിൽ 24 മണിക്കൂർ വെയിറ്റ് ചെയ്യുക. അങ്ങനെ 24 മണിക്കൂറിന് ശേഷം മാത്രമായിരിക്കും അതിൻ്റെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യപ്പെടുക. അപ്പോൾ ബേസിക് രജിസ്ട്രേഷനുമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പേജിൽ തന്നെ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, പ്രോസ്പെക്ടസ് കൊടുത്തിട്ടുണ്ട്, ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രോസ്പെക്ടസ് ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഫയൽ ഏകദേശം കുറച്ച് സൈസ് ഉണ്ട് എന്നാണ് തോന്നുന്നത്, അതുകൊണ്ടാണ് കുറച്ച് താമസിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫയൽ അതായത് BSc നഴ്സിംഗ് കോഴ്സസിൻ്റെ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ ലോഗോയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് പരിശോധിച്ചതിൻ്റെ രജിസ്ട്രേഷൻ എപ്പോഴാണ്, അതുപോലെ ഇതിൻ്റെ ഈ ഒരു അഡ്മിറ്റ് കാർഡ് അതുപോലുള്ള മറ്റെല്ലാവിധ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇതിൽ നിന്നും അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ ഇതിൻ്റെ പരീക്ഷ എപ്പോഴാണ്, അതുപോലെ തന്നെ ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് എപ്പോഴാണ് കിട്ടുക എന്നിങ്ങനെയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ എത്രയാണ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 69 പേജ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ സീറ്റിൻ്റെ അലോക്കേഷൻ എങ്ങനെയാണ്, ഏതൊക്കെ വിഭാഗങ്ങൾക്ക് എത്ര വീതം സീറ്റുകൾ, ഏതൊക്കെ കോഴ്സുകൾക്കാണ് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കോഴ്സിൻ്റെ ഡ്യൂറേഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് പരിശോധിക്കുക, അതായത് ഈ ഒരു പ്രോസ്പെക്ടസ് പരിശോധിക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ എയിംസിൻ്റെ ഏതൊക്കെ സ്ഥലങ്ങളിലായിട്ടാണ് അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത് എന്നുള്ളതും, അതുപോലെ അവിടെ എത്ര വീതം സീറ്റുകൾ ഏതൊക്കെ കോഴ്സുകൾക്ക് ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും, അതുപോലെ ഫീ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ബബിൾ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതും, അതായത് ഈ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് പരീക്ഷ ഉണ്ടാവുക. അപ്പോൾ ബബിൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എങ്ങനെയാണ് ബബിൾ ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ബേസിക് രജിസ്ട്രേഷൻ ആണ്. അത് നിങ്ങളുടെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് പിന്നീട് ഫൈനൽ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാലാണ് അഡ്മിറ്റ് കാർഡ് കിട്ടുക. അതുപോലെ എങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യണം എന്നുള്ളതിൻ്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ പരിശോധിക്കുക. അപ്പോൾ ഇവിടെ അതിൻ്റെ ഓരോ സ്റ്റെപ്സും ബേസിക് രജിസ്ട്രേഷൻ്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളിതൊന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാം എന്നുള്ള ഒരു ഐഡിയ കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു പ്രൊസീഡ് ടു ബേസിക് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ബേസിക് രജിസ്ട്രേഷൻ പേജിലേക്ക് പോകും. അപ്പോൾ ഞാൻ ഈ ഒരു രജിസ്ട്രേഷനും കാര്യങ്ങളൊന്നും ഒന്ന് കാണിക്കുന്നൊന്നുമില്ല. ഞാൻ ഇത്ര മാത്രമാണ് അതായത് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ബേസിക് രജിസ്ട്രേഷനായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ന്യൂ ബേസിക് രജിസ്ട്രേഷൻ സോൺ
അതുപോലെ തന്നെ നോട്ട് ദ സിംഗിൾ ബേസിക് രജിസ്ട്രേഷൻ പെർ കാൻഡിഡേറ്റ് സഫീഷ്യൻറ്റ് ഫോർ ടേക്കിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ മോർ ദാൻ വൺ കോഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ഹിയർ ടു ന്യൂ ബേസിക് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ഹിയർ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി അതിൻ്റെ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള ID ഉള്ള വിദ്യാർത്ഥികൾ വീണ്ടും രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് അതിൻ്റെ ആ ഒരു ലോഗിൻ ചെയ്തുകൊണ്ട് ആ ഒരു അപേക്ഷ സമർപ്പിച്ചാൽ മതിയാകും. ഇവിടെ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായിട്ട് എന്തൊക്കെ വേണം എന്നുള്ള കാര്യങ്ങളും മറ്റും കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്കാൻ ചെയ്യുന്ന ഡോക്യുമെൻറ്റ് എന്തൊക്കെ വേണം, അതുപോലെ ഈ ഒരു ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ്റെ ഇമേജസ് വേണം. ഈ ഒരു രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതൊക്കെ നിങ്ങൾ നോക്കി വായിച്ച ശേഷം മാത്രം, അതായത് പ്രോസ്പെക്ടസിൽ കൃത്യമായിട്ട് ഇതിൻ്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഒരു അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.